നല്ലൊരു ആദായകരമായ കൃഷിയാണ് കോഴി കൃഷി, മുട്ടക്കോഴി കൃഷി പ്രത്യേകിച്ച്. കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ അതൊരു വലിയ പ്രാധാന്യമുള്ളതാണ്. 2-3 ടൈപ്പ്. ഒന്ന്. ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ ചാച്ചൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഇനി ചാച്ചന് ഇവിടെ ഒരു വലിയൊരു ഫാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴികളുടെ. കൂടാണ്ട് ആടുകളുടെ തന്നെ കുറച്ചും കൂടെ വിപുലീകരിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം. നമ്മളൊരു സമ്മിശ്ര കൃഷി എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് നാടൻ കോഴിയുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് പുതിയ വെറൈറ്റി ആടുകളെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അവിടുത്തെ അല്ലാത്ത വേറെ ടൈപ്പ് വെറൈറ്റികളെ കൊണ്ടുവരാനായിട്ട്. അതെ. പിന്നെ പച്ചക്കറി, വാഴ, അങ്ങനെയുള്ള എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കപ്പ, എല്ലാ സാധനങ്ങളും കൂടി ഉദ്ദേശിക്കുന്ന ഒരു സമ്മിശ്ര ഇത്. അതെ, തീർച്ചയായും. ഇവിടെ 3-4 ടൈപ്പ് ഉണ്ട്. അതായത് നെയ്ക്കണ്ണൊക്കെ ഉണ്ട്, പിന്നെ ഒറിജിനൽ നമ്മളുടെ പണ്ടത്തെ ഈ പൊരുന്തുന്ന കോഴി, നാടൻ കോഴിയുണ്ട്, പിന്നെ സിൽക്കി ഉണ്ട്, പിന്നെ തൊപ്പിക്കോഴി, കുറുകാലി, ഫൈറ്റർ, അങ്ങനെ പല വെറൈറ്റികളുണ്ട്. പല വെറൈറ്റികളുണ്ട്. നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. മുട്ട സെയിലുണ്ട്. പിന്നെ കോഴികളെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വിരിയിച്ചു കൊടുക്കുന്നതാണോ അതോ നമ്മളല്ലാണ്ട്? വിരിയിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ അതിൻ്റെ പരിപാടി ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കണം. വിരിയിച്ചു കൊടുക്കാനുള്ള പരിപാടി നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ അതൊരു വലിയ പ്രാധാന്യമുള്ളതാണ്. നമ്മളിവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയും അതേപോലെ തന്നെ തവിട്, പിന്നെ പെല്ലറ്റ്, ലെയർ പെല്ലറ്റ്, ഇത് 3 കൂടെ നമ്മൾ പാത്രത്തിൽ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഒരു പുട്ടിൻ്റെ പരുവത്തിൽ കുഴച്ചാണ് അവർക്ക് കൊടുക്കുന്നത്. ചില ആളുകൾ ഗോതമ്പ് തന്നെ കൊടുക്കും. പക്ഷേ ഗോതമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ 3 കൂട്ടം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മുട്ടയിടും. പിന്നെ പൊതുവെ ഒരു വ്യത്യാസം, ഈ നാടൻ കോഴികൾക്കുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണകരമായ മുട്ടയാണ് ഇവരുടെ മുട്ട. പക്ഷേ ഇവർക്ക് മറ്റുള്ള കോഴികളുടെ അത്രയും മുട്ട കിട്ടില്ല. കാരണം കുറച്ച് നാൾ ഇവർ പൊരുന്തും. നമ്മളത് നോക്കി അവരുടെ പൊരുന്തിൽ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഒത്തിരി ഗുണകരമായിട്ടുള്ള മുട്ടയാണ്. അതുപോലെ തന്നെ മറ്റു മുട്ടകളേക്കാൾ നല്ല വില കിട്ടുന്ന മുട്ടയാണ്. മുട്ടയ്ക്ക് നല്ല വിലയല്ലേ? കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് 30 രൂപ 35 രൂപ റേറ്റ് ഉണ്ട്. നമ്മൾ അതിൻ്റെയൊക്കെ തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇതിനകത്തും കരിങ്കോഴി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ മാത്രമായിട്ട് നമ്മൾ വിരിയിക്കാനും എല്ലാ പരിപാടിയും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കോഴിയൊക്കെ എന്ത് ടൈപ്പ്? അതാണ് നെയ്ക്കണ്ണൊക്കെ എന്ന് പറയുന്നത്. പിന്നെ കരിങ്കോഴി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ദാ നിൽക്കുന്നതാണ് തലയിൽ തൊപ്പി പോലെ കാണുന്നത്, അതാണ് തൊപ്പിക്കോഴി. പിന്നെ ഇവരുടെ എല്ലാം മുട്ട വളരെ ചെറുതായിരിക്കും. പക്ഷേ ചില ഒരാളുകൾക്ക് ഇതിൻ്റെ ഗുണം അറിയാവുന്ന ആളുകൾ വില കൂടുതലാണെങ്കിലും, മുട്ട ചെറുതാണ് പക്ഷേ വില കൂടുതലാണെങ്കിലും ഇതിൻ്റെ ഗുണം അറിയാവുന്നവർ ആ സാധനം വാങ്ങും, മുട്ട വാങ്ങും. ഈ കാണുന്നതാണ് തൊപ്പിക്കോഴി. തൊപ്പിക്കോഴി. തലയിലും കാലിലൊക്കെ തൊപ്പുണ്ടാവൂല്ലേ? അതെ. ഇതെന്ത് കോഴിയാണ്? അതാണ് നെയ്ക്കണ്ണൊക്കെ എന്ന് പറയുന്നത്. അതെല്ലാം നാടൻ്റെ ഓരോ വെറൈറ്റികളാണ്. ഇവർക്ക് സുഖമായിട്ട് മേളിലും ഇതേപോലെ കയറി വയ്ക്കാൻ പറ്റൂല. അതെ 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 അതെ. ഈ കോഴികളെ പുറത്ത് അഴിച്ചുവിട്ട് ഇത് ചെയ്യുന്നില്ലേ? ഇപ്പോൾ വൈകുന്നേര സമയം ആയതുകൊണ്ടാണ് ഇവരെ ഉള്ളിൽ വിട്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ ഇവർക്ക് ഇതിനകത്ത് ഫീഡ് വെച്ച് കൊടുത്ത് അവർ കഴിച്ചതിന് ശേഷം നമ്മളൊരു ഉച്ചയാകുമ്പോഴേക്കും ഇവർ മുട്ടയിടുന്നത് ഇതിനുള്ളിൽ തന്നെ മുട്ടയിടും. മുട്ടയിടാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടയിടാനായിട്ട് ഇതിനകത്ത് നമ്മൾ ഈ തടി കൊണ്ട് ഇങ്ങനെ ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിതിനകത്ത് തന്നെ ഇരുന്ന് മുട്ടയിട്ടോളും. ഉള്ളിലിരുന്ന് മുട്ടയിട്ടോളും. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മുട്ട അങ്ങനെ തീയിടില്ല. ആ സമയം 3 മണി കഴിയുമ്പോൾ നമ്മൾ കൂട് തുറന്ന് ഒരു വെളിയിലേക്ക് വിടും.
ഇവർ നന്നായിട്ട് പുറമേക്കടെ നടന്ന് ഇവർ പുല്ലൊക്കെ കൊത്തി തിന്ന്. നമ്മളതുപോലെ തന്നെ പുല്ല് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പുല്ല് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പുല്ല് തിന്നും. നമുക്കപ്പോൾ അത്രയും മറ്റ് ഫീഡുകൾ കുറച്ച് കൊടുത്താൽ മതി. നല്ല ഒരു ആദായകരമായ കൃഷിയാണ് കോഴി കൃഷി, മുട്ടക്കോഴി കൃഷി പ്രത്യേകിച്ച്. അല്ല, ഞാൻ തന്നെയല്ല, വൈഫും 2 മക്കളും അതിനോടൊപ്പം തന്നെ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇവർ 2 പേരും എല്ലാ കാര്യത്തിനും സഹായത്തിനായിട്ട് ഇവർ 2 പേരും കൂടെ നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ ഇവർ ഇവിടെ തന്നെയാണോ സ്റ്റേ ചെയ്യും? നമ്മൾ ഇവിടെ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരിവിടെയാണ് താമസിക്കുന്നത്. ആത്മാർത്ഥതയോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് വേണ്ട എല്ലാ സൗകര്യം, എല്ലാ ഇതും അവർ ചെയ്തു തരും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട് ചെയ്തിരിക്കുന്നത്? ഇത് നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻക്യുബേറ്ററും ബാക്കി അതേപോലെ. അതിനിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു പ്രശ്നം വീണ്ടും വരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് പെൻഡിങ്ങിൽ വച്ചേക്കുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഇത് ഫുൾ കംപ്ലീറ്റ് നെറ്റിട്ടേക്കാണ്. കാരണം മുകൾ വശവും സൈഡും എല്ലാം നെറ്റിട്ടേക്കുക. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വന്യജീവികളുടെ ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതൊരു 3 അറയായിട്ട് തിരിച്ചേക്കാണ് നമ്മൾ. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറയിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ 2 അറ കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് സെക്ഷൻ തിരിച്ചിട്ട് ആ ഓരോ പ്രായം അനുസരിച്ച് ഇവരെ മാറ്റി മാറ്റി നമ്മൾ ഇടുന്നതാണ്. അത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ 3 അറകളാണ് ഇത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണികൾ ഫുള്ളായിട്ട് തീരുന്നുള്ളൂ. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ഫാം നടത്തുന്നതിന് ഇതിന് വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നത് ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ പീറ്റർ ചേട്ടനാണ്. അദ്ദേഹത്തിന് ഫാമുണ്ട്, വേറെ ഫാമുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ആ ചേട്ടൻ്റെ ഒരു മേൽനോട്ടവും തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് ഞങ്ങൾക്ക് വളരെയേറെ പ്രചോദനവുമാണ്, അതുപോലെ വളരെയേറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്.